വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോഴും വിവാദങ്ങളൊന്നും നമ്മ വിട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു പാട്ടാണ് ഇപ്പം ട്രെൻഡാണ്. ഇടതുപക്ഷം അത് പറയുമ്പോഴാണ് ഞങ്ങൾക്കെല്ലാം അത്ഭുതം. കാരണം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നു, ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നു, എന്താ പറയുക, നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടി നിൽക്കുന്നു. ഒരു പാട്ട് കേട്ട് നമ്മൾ തരുന്നു പോകുന്ന എന്താ പറയുക സംസ്കാരമാണ് നമ്മുടെ എങ്കിൽ. സംസ്കാരം യൂത്ത് കോൺഗ്രസിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ഒരു പ്രതിനിധി ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ഉമ്മൻചാണ്ടിക്കുണ്ട് കത്തിക്കേസ. അന്ന് ആദ്യം പുള്ളി ഞാൻ ഭയങ്കര ഡിസ്റ്റർബായിട്ട് ഇതേപോലത്തെ വിഷയം ഉന്നയിച്ച് ശബരിമല മറയ്ക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ കിട്ടേണ്ട ഒരു അർഹത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്യുക അങ്ങനെയുള്ളൊരു കാര്യമേ അവിടെ സംഭവിച്ചിട്ടില്ല. സർക്കാർ ഇതിൽ എതിർപ്പോട്ടെ, കോടതി പോയിക്കോട്ടെ, ഫർദർ കോടതി പോട്ടെ, എന്നിട്ട് തെളിയിക്കട്ടെ. കുറ്റക്കാരനല്ലാന്ന് കോടതി തെളിയിച്ചു എന്നല്ല, കോടതിയിൽ നിന്ന് തെളിഞ്ഞു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ്. മൊറാലിറ്റി ആരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണ്ട. മൊറാലിറ്റിയെ കുറിച്ച് പ്രസംഗിക്കാൻ ഇവിടെ ആർക്കും യോഗ്യതയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അപ്പ രാജിവെച്ചതിന് ശേഷം എന്നെ വീട്ടിലോട്ട് വരിക, ഞാൻ അവിടെ നിൽക്കുന്നു. സാറുണ്ട് ഈ ഡോറിന്റെ അവിടെ വെച്ച്. കുഞ്ഞിന് പ്രണയമൊന്നും ഇല്ലാതെ എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു. ടെലിഫോണിക് പ്രണയമായിരുന്നു. പിന്നെ കത്തുമുണ്ട്, അന്നത്തെ കത്തല്ലേ. അതെ അതെ. ഞാൻ 4 പേര് എഴുതുമ്പോൾ കുഞ്ഞിന് 2 പയ്യെ. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ. ഹായ് ഹലോ നമസ്കാരം. ക്രിസ്മസും ന്യൂ ഇയർ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും മലയാളിയുടെ മനസ്സിൽ ഒരു സ്നേഹത്തോടെ ഓർക്കുന്ന കുടുംബമാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്. ഇന്ന് ചാണ്ടിയമ്മ നമ്മുടെ ഒപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. കൂടെ കുറച്ച് പേരും കൂടെ ഉണ്ട്, പതിയെ വരുമല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് ക്രിസ്മസ് പരിപാടികൾ കാര്യങ്ങളൊക്കെ? ഭംഗിയായിട്ട് പോകുന്നു. ഇനി മണ്ഡലത്തിലോട്ട് തിരിച്ചു പോകണം. പല പരിപാടികളും മണ്ഡലത്തിലുണ്ട്. തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വരണം. 24 വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് ഈ വർഷത്തെ ക്രിസ്മസ് എന്ന് തോന്നുന്നത്. അതെ അതെ. 8 മണ്ഡലത്തിൽ 7 വിജയിച്ചു. 8 പഞ്ചായത്തിൽ 7 ജയിച്ചു. ഒരു പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ല. പിന്നെ 19 ബ്ലോക്കിൽ 19 ബ്ലോക്കും ജയിച്ചു ഡിവിഷൻ. പിന്നെ 5 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ജയിച്ചു. ഇപ്പൊ കേരളം ഒട്ടാകെ വിജയത്തിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ പറയാം അല്ലേ? അങ്ങനെയാണ്. അപ്പം അപ്പയില്ലാത്ത ഒരു ക്രിസ്മസും കൂടെ വന്നെത്തിയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹം ഉള്ള ഒരു കാലഘട്ടത്തിലെ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ? അല്ല, അദ്ദേഹം മിക്കവാറും ഇവിടെ തന്നെ എല്ലാ ക്രിസ്മസും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു മിക്കവാറും. ഒരു വർഷം ഞങ്ങൾ അപ്പ CM ആയിരിക്കുമ്പോൾ ഞങ്ങൾ 2013 ഡിസംബർ ഞങ്ങളങ്ങ് നമ്മുടെ AK ഒരു കൂടുതലായിരുന്നു ഒരു ക്രിസ്മസ് ലഞ്ച് കഴിച്ചു. അവിടെയായിരുന്നു അത് പ്രാവശ്യം. എന്തെങ്കിലും ഓർമ്മകളുണ്ട്? എന്തെങ്കിലും ഗിഫ്റ്റ് തരാ അങ്ങനെ ഒരു പതിവില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഗിഫ്റ്റ് ഒന്നില്ലെങ്കിൽ ഈ സാന്റാ വന്ന് തരുന്നതെന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് കൊണ്ടുവെക്കും. അവരവരെന്നെ പറഞ്ഞ് പറ്റിക്കും. രാവിലെ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ തലക്കിനടിക്ക് അടിയിലോ അല്ലെങ്കിൽ ബെഡിന്റെ അടിയിലോ എല്ലാം വെച്ചിട്ട് അതിങ്ങനെ ഗിഫ്റ്റ് എടുക്കുമായിരുന്നു. MLA ആയിട്ട് തിളങ്ങുമ്പോഴും ഒരു പക്ഷെ അദ്ദേഹം ഇന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചാണ്ടിയമ്മന്റെ ഒരു രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരിക്കും? രാഷ്ട്രീയത്തിലേക്ക് ഇത്രയും സജീവമായിട്ട് വരുമായിരുന്നോ? അതല്ല, അദ്ദേഹവും ഉള്ളപ്പോഴും ഞാൻ വളരെ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ ആ സീറ്റ് മത്സരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വർഷങ്ങളായി ഉള്ള പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നു. എൻ്റെ പഠിത്തത്തിനോടൊപ്പം തന്നെ ഇതും കൂടെ സൈഡ് ബൈ സൈഡ് കൊണ്ടുപോയായിരുന്നു. അങ്ങനെയാണ്. ഇപ്പം ചേച്ചിമാരൊക്കെ ഉള്ള കുറെ കാലത്തിന് ശേഷം എല്ലാവരും ഉള്ള ഒരു ക്രിസ്മസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ക്രിസ്മസ് ഞങ്ങളിപ്പം എല്ലാവരും പൊതുവെ എല്ലാവരും കാണും. 2 പേര്, ഒരാള് ദുബായിലാന്ന് ഒഴിച്ചാൽ പുള്ളിക്കാരത്തി വെച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഇപ്പം വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോഴും വിവാദങ്ങളൊന്നും നമ്മ വിട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു പാട്ടാണ് ഇപ്പം ട്രെൻഡാണ്, വിവാദമാണ്. നിങ്ങൾ അത് ഏറ്റെടുത്തൂല്ലേ ആ പാട്ട്? അല്ല, അത് ഇവിടുത്തെ ജനങ്ങൾ എഴുതിയൊരു പാട്ടല്ലേ, നമ്മളായിട്ട് കൊണ്ടുവാക്കിയതല്ലോ. സത്യം പറഞ്ഞാൽ വിഷ്ണു പറയുന്ന കേട്ടോ, ആരാ എഴുതിയെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ആരാ എഴുതിയെന്ന് പോലും അറിയില്ല. പക്ഷെ ആ പാട്ട് വളരെ ജനമനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഒന്നായി മാറിയല്ലോ. എല്ലാവരും അത് ഏറ്റുപാടി നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ട്യൂണായിട്ട് തന്നെ നിൽക്കുന്നൊരു പാട്ടാണ്. അപ്പം അതിനകത്ത് ഒരു തെറ്റും ആർക്കും ഒന്നും പറയാനില്ല. മാത്രമല്ല, ഒരു ഇടതുപക്ഷം അത് പറയുമ്പോഴാണ് ഞങ്ങൾക്കെല്ലാം അത്ഭുതം. കാരണം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നു, ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നു, എന്താ പറയുക, നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടി നിൽക്കുന്നു. എന്നിട്ട് അവർ വന്നിട്ടൊരു പാട്ടിനെ ബാൻ ചെയ്യുക, അല്ലെങ്കിൽ പാട്ടിനെ, അതും അയ്യപ്പനോടൊരു പ്രാർത്ഥന, ഒരു എന്ന് വേണേൽ പറയാം. ഒരാൾ പറയുന്നതായിട്ട് അയ്യപ്പനോട് പ്രാർത്ഥന കൂടെ ആയിട്ട് വേണേൽ പറയാം. വരികൾ അങ്ങനെയാണ്. പിന്നെ ഒരു മതേതര സ്വഭാവം അതിനുണ്ട്. അതെച്ചാൽ അയ്യപ്പനോടുള്ള ഒരു അയ്യപ്പൻ എല്ലാവരുടെയും ആളാണല്ലോ. ഒരാളെ മാറ്റി നിർത്തുന്നില്ലല്ലോ. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന
ഒരു വ്യക്തിയാണ് അത്, അല്ലെങ്കിൽ ഒരു ദൈവമാണ്. ദൈവമാണ്. അതെ. അപ്പം അങ്ങനെ എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരു അയ്യപ്പൻ്റെ പറ്റി, അയ്യപ്പന് ആ ശബരിമലയിൽ സംഭവിച്ചൊരു പ്രശ്നം പുറത്തു വന്നപ്പോൾ അതിനെപ്പറ്റി ഒരു പാട്ട് എഴുതിയാൽ എന്താ കുഴപ്പമെന്നുള്ളതാണ് നമുക്കെല്ലാം വലിയ അത്ഭുതത്തോടെ ചോദിക്കുക. വിവാദം ആയതിനു ശേഷം മുഖ്യമന്ത്രി അത് പറഞ്ഞു, വേണ്ട കേസ് എടുക്കണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ ആദ്യമേ അവർ കേസ് എടുക്കണം എന്നുള്ളത് അവിടെ ഉന്നതങ്ങളിൽ നിന്ന് തന്നെയല്ലോ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണല്ലോ പറഞ്ഞു, അവരുടെ പാർട്ടിയുടെ സെക്രട്ടറി ആണല്ലോ പറഞ്ഞത് മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് അവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു. അതെ. ഇപ്പൊ ഏറ്റവും എന്താ പറയുക, ആർക്കും അങ്ങനെ ഒരു ഞാൻ അഭിപ്രായം വേറെ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അയ്യപ്പ ഭക്തന്മാരായ ഒരാൾ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. അത് അയ്യപ്പ ഭക്തിയും കുഞ്ഞു കുട്ടികൾ അത് പാടുന്നു. ഞാനൊരു പോസ്റ്റ് ഷെയർ ചെയ്തു, ഒരു കൊച്ചുകുട്ടി, വളരെ ഒരു കൊച്ചുകുട്ടി പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞു. അത് എല്ലാവരും പാടുന്നതല്ലേ, ഒരു പുതുമയില്ലല്ലോ. അതുകൊണ്ട് ഒരു പാട്ട് കേട്ട് നമ്മൾ തരുന്നു പോകുന്ന എന്താ പറയുക സംസ്കാരമാണ് നമ്മുടെ എങ്കിൽ പിന്നെന്ത് സംസ്കാരമാണ്? അപ്പൊ അതാണോ സർക്കാരിന്റെ ഉത്തരവാദിത്വം? സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇവിടെ നാടിന് നന്മ ചെയ്യുക, നാടിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ശബരിമല പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് സർക്കാരിന്. അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക, അതിൻ്റെ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം അതാണ് പൊളിഞ്ഞു പോയത്. ശരിക്കും ഇപ്പം ഇഡിയിലേക്ക് ശബരിമല കേസ് മാറ്റിയിട്ടുണ്ട്. ഒരു പക്ഷെ ഒരു നീതി ലഭിക്കും, അല്ലെങ്കിൽ ഒരു സത്യസന്ധമായ അന്വേഷണം മുന്നോട്ടുണ്ടാകും. അല്ല, ഇത് തുടക്കം തൊട്ടേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, CBI ആണ് അന്വേഷിക്കുന്നത്. CBI ആണ് അന്വേഷിക്കുന്നത്. കാരണം ഇതിൻ്റെ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറുത കാര്യമല്ല. ചെറിയ കാര്യത്തിൽ ഒതുങ്ങത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് അന്താരാഷ്ട്ര തലത്തിൽ വരെ ബന്ധങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ വെറും നോക്കുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ ആ. എത്രയോ കോടി രൂപ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ ആ. അതാണോ ശബരിമല പോലെ ഒരു സ്ഥലത്ത് വെച്ച സ്വർണത്തിന്റെ വാല്യൂ എന്തായിരിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അനന്ത കോടികളല്ലേ. അതിനൊരു കാൽക്കുലേഷൻ ഇല്ല. ഇപ്പം നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള സ്വർണം കാൽക്കുലേറ്റ് ചെയ്യാൻ, അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോലെ തന്നെ ഇത് അത്രയ്ക്ക് അതിൻ്റെ വാല്യൂ എത്രയോ ഇരട്ടി വർദ്ധിച്ചു. കാരണം അങ്ങനെ ഒരു പരിശുദ്ധമായ ഒരു സ്ഥലത്ത് ഇരുന്ന സ്ഥാനത്തെ പലരും മോഹിക്കും വെക്കണമെന്ന്. ഇറ്റ്സ് ബിയോണ്ട് എക്സ്പെക്ടേഷൻ. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് മാത്രമേ ഗവൺമെന്റ് കൈകാര്യം ചെയ്യാൻ പാടുള്ളായിരുന്നു. CBI എൻക്വയറി ആയിരുന്നു അവർ ചെയ്യേണ്ടത്. അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ CBIക്ക് വിട്ടേനെ. ഹൈക്കോടതിയാണ് ഇപ്പം ഹൈക്കോടതി ഞാൻ പറഞ്ഞ CBI ആയിരുന്നു ഇതിന് ഉത്തമമായ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം പോലീസ് SIT ഹെഡിനെ മാറ്റണമെന്ന് പറഞ്ഞല്ലോ. SIT ഹെഡിനെ മാറ്റേണ്ട അവസ്ഥ എന്താ? ഇപ്പോഴും സ്ട്രിങ്സ് ഉണ്ട്. ഈ SIT ഉൾപ്പെടെ ഉള്ളവർ പുറത്ത് സ്ട്രിങ്സ് ഉണ്ടതിൻ്റെ തെളിവാണല്ലോ അത്. അപ്പോൾ സ്ട്രിങ്സ് ഇല്ലാത്ത ഒരു സംഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കേരളത്തിൽ CBI ആണ്. CBI എൻക്വയറിക്ക് എന്തായാലും പ്രശ്നം. അപ്പോൾ അവിടെയാണ് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു സംശയം. ഇപ്പം ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ ഒരു PR-ന്റെ ഒരു അമിത കടന്നുകയറ്റം രാഷ്ട്രീയത്തിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എല്ലായിടത്തും PR ആണല്ലോ. ഇപ്പം PR കൊണ്ട് ഒരാൾ രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുക. ഇപ്പം ജനവികാരം എന്താണ്? ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വികാരമാണ് പ്രധാനം. ആ ജനകോടികൾ പോയി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്തെ തൊട്ടാൽ അത് ബാധിക്കുകയില്ല എന്ന് വിചാരിച്ചവരാണ് വിഡ്ഢിത്തരം ചിന്തിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ പുതുപ്പള്ളി പള്ളിയുണ്ട്, അല്ലെങ്കിൽ മണ്ടനാട് പള്ളിയുണ്ട്, മണ്ടനാട് ദേവീ ക്ഷേത്രമുണ്ട്, വെണ്ണിമല ക്ഷേത്രമുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ആരെങ്കിലും തൊട്ടാൽ എന്തായിരിക്കും നമുക്കറിയാം സാഹചര്യം. അപ്പോൾ ആ പ്രദേശത്തെ വികാരം. ശബരിമലയെ തൊട്ടാൽ കേരളം മൊത്തം ആ വികാരമുണ്ട്. തീർച്ചയായിട്ടും അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ഒരു തീരുമാനമാണ്. ഒരു പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വരട്ടെ എന്ന് നമുക്ക് കരുതാം, അങ്ങനെ ആശ്വസിക്കാം. ഓക്കെ. ആ സമയത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നം വരുന്നത്. ഏറ്റവും യൂത്ത് കോൺഗ്രസിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ളൊരു പ്രതിനിധി ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത് ആ പ്രശ്നത്തിനെ? അല്ല, അങ്ങനൊരു വിവാദം എന്നുള്ളത് വ്യക്തികളുടെ കാര്യമാണ്. അത് കോടതി നിയമമാണ് നോക്കുന്നത്. അത് പാർട്ടിയുടെ കാര്യമാവുന്ന എപ്പോഴാണ്? പാർട്ടിക്കകത്തുള്ളപ്പോൾ. പാർട്ടിക്കകത്ത് ഇപ്പോൾ ഇല്ലാതെ അദ്ദേഹമാണ് ഇനി നോക്കേണ്ടത്, നിയമമാണ് നോക്കേണ്ടത്, സർക്കാരാണ് നോക്കേണ്ടത്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഇതേപോലത്തെ വിഷയം ഉന്നയിച്ച്
ശബരിമല മറയ്ക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന പ്രശ്നമില്ല. ശബരിമല എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവികാരം, ഭാരതത്തിൻ്റെ പൊതുവികാരം, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പൊതുവികാരം. അത് മറയ്ക്കാൻ എന്ത് വിഷയം കൊണ്ടുപോകുന്ന വെച്ച് നടക്കുകയില്ല. അത് വേണമെങ്കിൽ നിയമത്തിന് വഴിക്ക് പോട്ടെ. ഇപ്പം ആര് തെറ്റിയതാലും എക്സ് ഓർ വൈ ഇസഡ് എന്നുള്ളതല്ല, ആര് തെറ്റിയാലും നിയമത്തിന് വഴിക്ക് പോട്ടെ. അത് ഇലക്ഷൻ വിഷയമാക്കുന്ന എന്തിനാ? അതാണ് നമ്മൾ ചോദിച്ചത്. പക്ഷെ ആ സമയത്താണല്ലോ ഇത്തരം കാര്യങ്ങൾ പൊങ്ങി വരുന്നത്. ഒന്നല്ല 2 കേസുകളാണ് ആ സമയത്ത് വന്നിട്ടുണ്ട് രാഹുലിന്റെ പേരിൽ. അല്ല, അതൊക്കെ ഇലക്ഷൻ സമയത്ത് വന്നൊരു കാര്യമല്ലേ. ഇനി ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇപ്പൊ അതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടോ? ഇലക്ഷൻ സമയത്ത് വന്നു കേട്ടു, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇതിനകത്ത് പാർട്ടിക്ക് എന്താ റോള്? അതെ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇനി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, അതിപ്പം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആരും പറഞ്ഞു. കോടതി പറയട്ടെ. കോടതി പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം. കോടതിയുടെ തീരുമാനം വരട്ടെ. ഇപ്പം മൊറാലിറ്റിയാണ് ആരെങ്കിലും പറയാൻ വരുന്നതെങ്കിൽ ആരും മൊറാലിറ്റി പ്രസംഗിക്കണ്ട. എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ്. മൊറാലിറ്റി ആരും പറയണ്ട. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെന്നേ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇപ്പൊ മൊറാലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതല്ല. ഇനി നിയമമാണെങ്കിൽ കോടതി പറയട്ടെ. ഇത് രണ്ടാണെങ്കിലും കോൺഗ്രസിന് ഒരു പ്രശ്നമില്ല. നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. നിയമം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ നിയമം, അല്ലാതെ ആരെങ്കിലും പറയുന്ന നിയമമല്ല. ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം. അത് ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. അത് ഗവൺമെന്റ് ചെയ്യട്ടെ. ഇപ്പൊ മൊറാലിറ്റി ആരും പറഞ്ഞുകൊണ്ടിങ്ങോട്ട് വരണ്ട. മൊറാലിറ്റിയെ കുറിച്ച് പ്രസംഗിക്കാൻ ഇവിടെ ആർക്കും യോഗ്യതയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ കേസിനൊപ്പം തന്നെ മൊറാലിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കോടതിയാണ് ആൻസർ പറയേണ്ടതെന്ന് പറയുമ്പോൾ, നടിയെ ആക്രമിച്ച കേസ് മുന്നിട്ടെടുത്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ ദിലീപ് കുറ്റക്കാരനല്ലാന്ന് കോടതി തെളിയിച്ചു എന്നല്ല, കോടതിയിൽ നിന്ന് തെളിഞ്ഞു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ്. അപ്പം അതും ഇതും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ന്യായം എങ്ങനെയാണ്? നിയമം എപ്പോഴും നിയമമാണ്, ഇഷ്ടപ്പെട്ടാലും ഇല്ലേ. ഇപ്പൊ നിയമം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, കോടതി ഇങ്ങനെ കാര്യം, നമ്മളാരും പറഞ്ഞതല്ല, കോടതി കാര്യം പറഞ്ഞു. കോടതി കാര്യം പറഞ്ഞപ്പോൾ ഇനി അതിൽ അതിൻ്റെ വസ്തുവകൾ പഠിച്ചതിന് ശേഷം സർക്കാർ പോട്ടെ, സർക്കാർ അപ്പീൽ പോട്ടെ. സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ. ഇപ്പം അങ്ങനെ പറയുവാണെങ്കിൽ സർക്കാരിലിരിക്കുന്ന ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രിയാണ് ആദ്യം പറഞ്ഞത് ഈ ഒരു കാര്യം. ഈ ഒരു കാര്യം സർക്കാരിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ആദ്യം. അപ്പം സർക്കാർ പറഞ്ഞൊരു കാര്യം സർക്കാർ തെറ്റാണെന്ന് ഇപ്പോൾ കോടതി, അല്ല, സർക്കാർ പറഞ്ഞ പോലെ തന്നെയാണ് കോടതിയും പറയുന്നത്. ഇനി സർക്കാരിന് ഇതിൽ എതിർപ്പോട്ടെ, കോടതി പോയിക്കോട്ടെ, ഫർദർ കോടതി പോട്ടെ, എന്നിട്ട് തെളിയിക്കട്ടെ. അല്ലാതെ നമ്മൾ ഈ ചാനൽ ചർച്ചകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കാൻ പോയാൽ നമ്മുടെ നാട്ടിൽ നീതി ഒരാൾക്കും കിട്ടത്തില്ല. ചാനൽ ചർച്ചകൾ അവിടെ കിടക്കട്ടെ. ചാനൽ ചർച്ചകളോടൊപ്പം തന്നെ ഇപ്പൊ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുവാൻ കോടതിയുണ്ട്. ആ കോടതികളിൽ എല്ലാവർക്കും വിശ്വാസമുള്ളൂ. അപ്പോൾ കോടതി തീരുമാനിക്കട്ടെ. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നെന്ന് തോന്നുന്നുണ്ടോ? അതല്ല, അതിപ്പം നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാര്യം ഒന്നിനെയും ഭയക്കണ്ടായിരിക്കില്ല. നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അതിപ്പം മോറലി ആണെങ്കിലും ലീഗലി ആണെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ഭയക്കണ്ട. പക്ഷെ തെറ്റ് എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭയത്തിന് കാരണമാകാം, തെറ്റ് തിരുത്തേണ്ട അവസരമാകാം. ഈ വിജയിച്ച അവസരത്തിൽ പുതുപ്പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഒരു സ്വീകരണം എങ്ങനെയാണ്? അല്ല, ജനങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ടാണല്ലോ ഇലക്ഷൻ എത്രയും പഞ്ചായത്തുകൾ UDF-നെ കോൺഗ്രസിനെ ഫലമേൽപ്പിച്ചത്. അതുകൊണ്ട് അതിലൊന്നും നമുക്ക് ഒരു സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല. ജനങ്ങളും ആ തരത്തിലെ പോസിറ്റിവിറ്റിയാണ് എടുക്കുന്നത്. ക്രിസ്മസിന്റെ ഓർമ്മകളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന ഒരു ക്രിസ്മസിനെ പറ്റിയൊക്കെ ഓർക്കുകയാണെങ്കിൽ? ഒരു വലിയ നിറവിൻ്റെ ഒരു ക്രിസ്മസ് ആഘോഷമാണ്. ഇപ്പം ശരിക്കും ആ വൈക്കും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനങ്ങളിലെ ഓണം ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഓടിയെത്തും എന്നുള്ളതാണ്. ഇവരെ കുഞ്ഞുനാളിൽ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് സാന്റ തന്നാന്ന് പറഞ്ഞ് പറ്റിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും കൊച്ചുമക്കളെ അങ്ങനെ കൊച്ചുമക്കൾക്ക് അങ്ങനെ കൊടുക്കും. കൊടുക്കുമായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും അമ്മയോട് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെയല്ലേ വെക്കുന്നതെന്ന് ചോദിച്ചിരുന്നു എന്നും പറഞ്ഞു.
അച്ഛൻ കുടിച്ചത് ഇവർക്ക് കൊടുത്തു ചോദിച്ചാ മോൻ ചോദിച്ചതല്ല. ആ ഓ അങ്ങനെ ആ ഇത് പിന്നെ സൈപ്രസ് ചെയ്ത സാധനം എങ്ങനെയാ അമ്മ സാധാരണ ബ്രാൻഡ് മാച്ച് കളയാൻ വിട്ടുപോയി എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം വിജയത്തിന്റെ ഒരു ആഘോഷമാണ് എല്ലായിടത്തും. എങ്ങനെയാണ് രാഷ്ട്രീയത്തിനെ മാറി നിന്നിങ്ങനെ കാണുമ്പോൾ? നമ്മളെപ്പോഴും 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി. വിവാഹം കഴിയുമ്പോൾ തന്നെ മന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടി ഒരു ശൈലി എന്ന് പറഞ്ഞാല് സന്തോഷം ഒരുപാട് സന്തോഷിക്കത്തില്ല, ദുഃഖത്തിൽ ഒരുപാട് ദുഃഖിക്കത്തില്ല. ഞങ്ങളും ആ പാരമ്പര്യത്തിൽ ജീവിക്കുന്നു. ചാണ്ടിയുമ്മന്റെ രാഷ്ട്രീയത്തിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? ഞങ്ങളുടെ ആ രാഷ്ട്രീയത്തിൽ എനിക്കൊരു സംതൃപ്തിയാണുള്ളത്. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടി ഒരു ഭാഗ്യം നികത്താനായിട്ട് മോനൊത്തിരി ശ്രമിക്കുന്നുണ്ട്. വിജയിക്കുന്നുണ്ടോ ശ്രമങ്ങളൊക്കെ? എന്തോ ശ്രമങ്ങളൊക്കെ വിജയിക്കുന്നുണ്ടോ? രണ്ടാമന് ഏതൊരു മകനാ തന്റെ പിതാവിന്റെ കല്ലറ ദിവസവും അല്ലെങ്കിൽ 2 പ്രാവശ്യം പോകുന്നു. ഞാൻ ആരെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പിന്നെ എല്ലാ കാര്യത്തിലും പലപ്പോഴും എനിക്ക് ഞാൻ ഈ മോൻ ഞായറാഴ്ച ദിവസം ആൾക്കാരെ നിൽക്കുന്നത് കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കണ്ടു, ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്ന പോലെ തന്നെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് അതേ ശൈലി, അതേ ബോഡി ലാംഗ്വേജ് ഒക്കെ ആയിട്ട് അതെല്ലാവരും പറയും. അതെ, ബോഡി ലാംഗ്വേജ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ആശ്വാസം തന്നു, കണ്ണീരും തന്നു. എന്തായാലും പാരമ്പര്യം പാരമ്പര്യം നിലനിർത്താൻ മോനെ നന്നായിട്ട് പറ്റുന്നുണ്ട്. അപ്പയുടെ പാതയിൽ തന്നെ 3 കുഞ്ഞുങ്ങളും, അത് ചാരിറ്റി വേസ്റ്റ് 3 പേരും 3 വ്യത്യസ്ത നിലകളിൽ പോകുന്നുണ്ട്. ഉമ്മൻചാണ്ടി ക്വാളിറ്റി ദൈവം പകുത്ത് 3 പേർക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സന്തോഷിക്കാം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയ ഇത് എഫിനോവ അല്ലേ? ഓക്കെ, പേര് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ഇതാരാ ഈ പേരിട്ടത്? പിതാവ് തന്നെ അതിനകത്ത് ഒരു എഫിനോവ എന്ന് പറയുമ്പോഴത്തേക്ക് ബൈബിളിൽ എഫേസ്യർ ലേഖനം പോലീസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എഫേസ്യർ, അതിന് എഫി വന്നു. പിന്നെ നോഹയെന്ന് പറയുമ്പോൾ നോഹയുടെ പെട്ടകെന്ന് കേട്ടിട്ടില്ലേ? ഭൂമിയെ മുഴുവൻ വെള്ളം വെച്ച് നശിപ്പിച്ചപ്പോൾ നോഹ പെട്ടമുണ്ടാക്കി. ആ പെട്ടത് 6 പേര് രക്ഷപ്പെട്ടു. അതിൽ ആ നോഹയുടെ കൂടിയാണ് എഫി നോഹ എന്നുള്ള പേര്. ഭയങ്കര പേരാ, അറിയായിരുന്നു എത്ര അതെ, പ്രൊണൗൺസ് ചെയ്യാനും കുറച്ച് ഓ അങ്ങനെ. ശരി ശരി. പണ്ടൊരു ഇന്റർവ്യൂല്, വളരെ ചെറുതിലെ ഒരു ഇന്റർവ്യൂല് ഉണ്ടായിരുന്നു, എനിക്ക് രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല, സ്പോർട്സിനോടാണ് താല്പര്യം എന്നുള്ളത്. ഇപ്പൊ അതിന് മാറ്റം വന്നിട്ടുണ്ടോ? രാഷ്ട്രീയം ഇല്ല പണ്ട് രാഷ്ട്രീയത്തിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. അതിനോടിപ്പോ വെറുപ്പൊന്നുമില്ല, പക്ഷെ സ്പോർട്സ് തന്നെയാണ് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. അത് വളരെ ചെറുതിലെ പറഞ്ഞതാണ്. അങ്ങനെ ഇപ്പൊ മുതിർന്നപ്പോ അതിനൊരു മാറ്റം ഉണ്ടോന്ന് അറിയാനായിട്ടാ ചോദിച്ചത്. ഒരു പാഷനാണ്, 5 വയസ്സിൽ തുടങ്ങിയതാ. ശരി ശരി. ടെന്നീസ് കളി. എങ്കിലും നോക്കി കാണാറില്ലേ ഇവരുടെയൊക്കെ രാഷ്ട്രീയം? അതൊക്കെ ഉണ്ട്. ഇപ്പൊ ഒബ്വിയസ്ലി വലുതാകുമ്പോ ഇൻട്രസ്റ്റ് വരും. ഇപ്പൊ രാഷ്ട്രീയത്തിനെ കുറിച്ച് അറിവാകുമ്പോ അതിനോടുള്ള വെറുപ്പൊന്നുമില്ല, പക്ഷെ സ്പോർട്സ് തന്നെയാണ് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി, അന്നും ഇന്നും എപ്പോഴും. ഒരു സ്പോർട്സുകാരനായ രാഷ്ട്രീയക്കാരനാകാൻ താല്പര്യമുണ്ടോ? പിന്നീട് ഉള്ള കാര്യമല്ലേ. ഇപ്പൊ എന്റെ കണ്ണിൽ സ്പോർട്സ് ആണ് ഫസ്റ്റ്. പഠിത്തവും സ്പോർട്സും മാത്രം. സ്പോർട്സ് ആണ് അത് കഴിഞ്ഞിട്ടുള്ളൂ പഠിത്തം. ഒരു ബാക്കപ്പ് ആയിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. ബാക്കപ്പ് ആയിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നമുക്ക് കുറച്ച് ഓർമ്മകളിലേക്ക് ഒന്ന് പോകാം. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓർമ്മകൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇതാണൊരു പഴയ ഫോട്ടോ. അത് ഞങ്ങൾ അമേരിക്കയിൽ പോയപ്പോൾ UN നിന്നുള്ള ഫോട്ടോ. പ്രസിഡന്റ് ഒക്കെ പ്രൈം മിനിസ്റ്റർ ഒക്കെ പ്രസംഗിക്കുന്ന പോഡിയത്തിന് താഴെ വരെ ഫോട്ടോ. ഇത്തരം ഫോട്ടോകൾ ഒരുമിച്ച് അപൂർവമായിട്ടേ സംഭവിക്കാറുള്ളായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? യാത്ര ഉണ്ടായിരുന്നു. അപ്പം കൂടെ കൂട്ടുമായിരുന്നു എല്ലാ യാത്രകളിലും. അമേരിക്കയിലെ ആദ്യമായിട്ട് പോകുന്നതാണ് തോന്നിയത്. അപ്പം അന്ന് ഉമ്മൻചാണ്ടിക്ക് മാത്രമേ ഒരു ക്ഷണം ഉള്ളായിരുന്നു. അപ്പം അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു,
ഞാൻ തന്നെയായിട്ട് വരുന്നില്ല. എൻ്റെ ഭാര്യ ഏതാണ്ട് മറ്റേ അമേരിക്ക ചില ഇങ്ങനെ എങ്ങാണ്ട് ഏതാ സ്കീമിൽ ആ ആ എൻ്റെ ഭാര്യ കൂടെ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ഓ അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിൽ പോകും. ആ ആ ആ അത് കഴിഞ്ഞ് 80s തോന്നുന്നു. ഇവിടെ ഒരു കൊച്ചാളും കൂടെ എൻ്റെ ഇടയിലുണ്ട്. അത് ഞാനാ അത് അപ്പ രാജിവെച്ചതിന് ശേഷം എന്നെ വീട്ടിലോട്ട് വരിക. ആണോ? ഞാനവിടെ നിൽക്കുന്നു. ഞാൻ മുട്ട എനിക്ക് അത്ര അനിൽ സാറുണ്ട്. അതെ, ഈ ഡോറിന്റെ അവിടെ വെച്ച് ആ ഇവിടെ വെച്ചെടുത്ത അപ്പ രാജിവെച്ചതിന് ശേഷം 94 ആ ജൂലൈ 16 രാജി എന്തായിരുന്നു അതിന്റെ ഇടയിലേക്ക് ഒന്ന് പോവാന്നുള്ളൊരു ചിന്ത ജൂൺ 16 കൈ പിടിച്ചു വന്നപ്പോ അങ്ങനെ ഇപ്പൊ ആൾക്കാർ കൂടിയപ്പോ ഉള്ള ഒരു ഇത്. അന്ന് ഒരു ആളുകളെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ഈ ചെറിയ പ്രായത്തിലെ. അല്ല, ഒത്തിരി പേര് ഇവിടെ വരുമായിരുന്നല്ലോ പണ്ട് തൊട്ടേ. ഒത്തിരി പേര് ഇവിടെ വരിക. അപ്പം ഇവിടെ ഫുൾ ആൾക്കാരാണ്. അന്നും ആ ദിവസമല്ല എന്നെ വന്നത്, പക്ഷെ ആ സമയത്ത് വന്നതാണ്. ഇത് കുറച്ചുകൂടി മെമ്മറി തരും തോന്നുന്നു. അത് കല്യാണം അതിപ്പോ റിസപ്ഷൻ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉള്ള ഫോട്ടോ ഇത് ആ ഓക്കെ. പള്ളിയുടെ വെച്ച്. അതിനകത്ത് ഞാൻ എൻ്റെ അറിവിലുള്ളത് എൻഗേജ്മെന്റിന് ശേഷമുള്ള കത്തെഴുത്തുകളായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രണയലേഖനം എഴുത്ത് കാര്യങ്ങളൊക്കെ? കുഞ്ഞിന് പ്രണയമൊന്നും ഇല്ലാതെ എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു. വൺ വേ പ്രണയായിരുന്നോ? എന്തോ ഒരു വശം ടെലിഫോൺ ആവാന്നാണ്. ടെലിഫോണിൽ പ്രണയമായിരുന്നു. പിന്നെ കത്തുമുണ്ട്. അന്നത്തെ കത്തല്ലേ. അതെ അതെ ഞാൻ 4 പേര് എഴുതുമ്പോൾ കുഞ്ഞിന് 2 പരിചയം എഴുതും. അത്രേ ഉള്ളൂ. ഒരു കല്യാണക്കുറി സർപ്രൈസ് ആയിട്ട് അയച്ചു കൊടുത്തൊരു കഥ. അത് എൻ്റെ വീട്ടിൽ എനിക്ക് കുറച്ച് വെഡിങ് കാർഡ്സ് ഞാൻ അടിച്ചു. ഇപ്പം ഉമ്മൻചാണ്ടി അടിച്ചിരുന്നില്ല. ഞാനൊരു രസത്തിന് ഉമ്മൻചാണ്ടിക്ക് ഒരു വെഡിങ് കാർഡ് അയച്ചു. കുഞ്ഞത് ശ്രദ്ധിക്കുന്നില്ല. ലേബർ മിനിസ്റ്ററാണ്. അപ്പം പ്ലീസ് ഡൂ ദ നീഡ്ഫുൾ എന്ന് പറഞ്ഞത് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് കൊടുത്തു. സ്റ്റാഫിൻ്റെ കൊടുത്തപ്പോഴാണ് സാറേ ഇത് സാറിൻ്റെ കല്യാണ ലെറ്റർ ആണെന്നുള്ള അതൊരു സന്തോഷം. പിന്നീട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോ എന്താ പറഞ്ഞത്? അത് പിന്നെ ഒരു തമാശ എടുക്കും. തമാശ വിട്ടു എന്നുള്ള. ഈ പ്രണയലേഖനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചൊരു ശീലം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എനിക്ക് ക്ലിഫോസിൽ പോകുന്നതിന് ഉണ്ടായിരുന്നു. അത് പിന്നെ ഇങ്ങോട്ടും അങ്ങോട്ടും മാറിയപ്പോഴത്തെ എങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ. ഓ ഓ ഓ അങ്ങനെ ഈ പ്രണയലേഖനങ്ങളെയും കല്യാണത്തിനെ പറ്റിയൊക്കെ പറയുമ്പം ഒട്ടും ക്ലിഷല്ല. എങ്കിലും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇദ്ദേഹത്തിന് ഒരു കൂട്ട് വേണമെന്ന് എല്ലാവരും നിർബന്ധിക്കാറില്ലേ ഇപ്പം? ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹം. അമ്മയ്ക്ക് പിതാവിന്മാർ ഒത്തിരി ആഗ്രഹം കാണത്തില്ലേ? ഒറ്റവാനല്ലേ. ഇപ്പോഴും നിർബന്ധിക്കാറില്ല? നിർബന്ധിക്കാറുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. തീരുമാനത്തിൽ മാറ്റമില്ല എന്നുള്ളതാണോ? അതൊന്നും അല്ല പുള്ളിക്ക് ഓ അങ്ങനെ. അടുത്ത ട്രോൾ എനിക്കിട്ടായിരിക്കുമല്ലോ. എങ്കിലും ഇപ്പം എ കെ ആന്റണിയുടെ എലിസബത്തിന്റെ കല്യാണം ഒക്കെ നടത്തി കൊടുത്ത മുൻകൈ എടുത്ത ആൾക്കാരാണ്. അപ്പം മകനെ പറ്റി സംസാരിക്കുമ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ്. നിങ്ങളുടെ കല്യാണം കൂടെ ഞങ്ങൾ റെഡിയാ. ഒരു ചാണ്ടിയമ്മന്റെ കല്യാണം കൂടെ ഞങ്ങൾ റെഡിയാണ്. ചാണ്ടിയമ്മന്റെ കല്യാണം കൂടെ ഞങ്ങൾ റെഡിയാണ്. ശരിക്കും അങ്ങനെ വേണ്ട. എങ്കിലും രാഹുൽ ഗാന്ധിനെ ഫോളോ ചെയ്ത് അങ്ങനെ പോവാണോ? അദ്ദേഹം കല്യാണം കഴിച്ചാൽ അത്രേ ഉള്ളൂ. അന്നേരം ഈ ചോദ്യം ഇവിടെ വേഗില്ല എന്നുള്ളതാണ്. ഓക്കെ. എങ്കിലും രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ആണെന്നുള്ളത് പറയുന്നുണ്ട്. എങ്കിലും രാഷ്ട്രീയത്തിൽ മറ്റൊരു ഗുരു അല്ലെങ്കിൽ ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ആരായിരിക്കും? അച്ഛനെ മാറ്റി നിർത്തിയാൽ രാജീവ് ഗാന്ധി. എന്നെ സംബന്ധിച്ച് രാജീവ് ഗാന്ധിയാണ് ഏറ്റവും. ഇവർ രണ്ടുപേരെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായത് രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ വലിയൊരു ഷോക്കായിരുന്നു. അങ്ങനെ വലിയൊരു അദ്ദേഹത്തിനോട് വലിയ ഒരു ആരാധന ഉണ്ടായിരുന്നു. ഇപ്പോഴും യാത്രകളിലൊക്കെ അദ്ദേഹത്തിനെ കാണാറൊക്കെ ഉണ്ടോന്ന് തോന്നുന്നു അല്ലേ? രാഹുൽ ഗാന്ധിയോ? രാഹുൽ ഗാന്ധി ഇടയ്ക്ക് കാണാറുണ്ട്. ഇതൊരു കോളേജ് കാലഘട്ടത്തിലെ ഫോട്ടോയാണ്. ഞാൻ ഇലക്ഷൻ ജയിച്ചതിന് തൊട്ട് അടുത്ത നിമിഷം എടുത്ത ഫോട്ടോ. എൻ്റെ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് ഞാൻ പ്രസിഡന്റായിട്ട് ജയിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം. ഇപ്പോഴും ഈ സുഹൃത്തുക്കളൊക്കെ കുറെ പേരുമായിട്ടൊക്കെ ടച്ചിലുണ്ട്. പിന്നെ ഫേസ്ബുക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് പലരുമായിട്ട് ടച്ച് നിന്ന് നിൽക്കുന്നു. വാട്സപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ അപ്പം ഉപകാരമാണ് ഈ ഒരു കാര്യം നോക്കുമ്പോൾ. ഒരു ഫോട്ടോ കൂടെ കാണിക്കാം. അത് ഇതേപോലെ തന്നെ പ്രസിഡന്റായിട്ട് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു മാഗസീൻ എടുത്തൊരു ഫോട്ടോയാണ് ഇന്റർവ്യൂ.
ഈ ഫോട്ടോകളുടെ ഒക്കെ ഇത് കാണാറുണ്ടോ? ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ കണ്ടു. ഇത് ആങ്ങളുടെ മോനെ പോലെ ഇരിക്കും. അങ്ങനെ ഷേപ്പ് ഉണ്ട് അല്ലേ? ഷേപ്പുണ്ട്. ഇതാരായിരിക്കും കയ്യിലുള്ളത്? അത് കയ്യിലുള്ളത് അച്ചു. അച്ചുവാ കയ്യിലുള്ളത്. ഇത് കുഞ്ഞെടുത്ത് അച്ചുവാ. അപ്പം ഭയങ്കര സന്തോഷം. കുറച്ച് ഓർമ്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നത്. അത് നല്ല കാര്യമായി. രാഷ്ട്രീയം ചൂട് പിടിച്ച് പോവാണ്. അന്ന് കണ്ട രാഷ്ട്രീയം അല്ല ഇപ്പം എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തായിരിക്കും, എവിടെയായിരിക്കും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ മാറ്റം ആവശ്യമില്ലാത്ത മേഖലയിലൊക്കെ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് പറഞ്ഞൊരു ഭേദം ഉണ്ടാക്കണം. സമയത്തിന്റെ കുറവ് മൂലം നമ്മളത് നിർത്താണ് താൽക്കാലികമായിട്ട്. നമ്മൾ വീണ്ടും കാണും, വീണ്ടും സംസാരിക്കും. രണ്ടാമത്തെ തവണയാണ് നമ്മൾ കാണുന്നത്. എന്നെ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. എങ്കിലും വീണ്ടും കാണാൻ പറ്റട്ടെ. അന്ന് ഈ ചോദ്യം ചോദിച്ചായിരുന്നോ? ഈ ചോദ്യം ചോദിച്ചില്ല, എനിക്കറിയാം. അതിനു മുമ്പ് കുറെ തക്കടിച്ചതുകൊണ്ട് എനിക്ക് ഇത് കിട്ടുമെന്ന് എനിക്കറിയാന്നുണ്ട്. ഞാൻ അന്നത് ഒഴിവാക്കി. പിന്നെ പിന്നെ ഇപ്പൊ ചോദിക്കാം, ഇത്രയും കാലമായില്ലേ, മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. മാറ്റം കിട്ടി. എനിക്കൊരു മാറ്റമായിരിക്കും ഇത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. രാഷ്ട്രീയം നോക്കി കാണുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ അനിവാര്യമല്ലാത്ത സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. മൗനമാണോ മറുപടി? ഇപ്പം കാലഘട്ടം മാറുന്നില്ലേ? അതെ, 77-80 കാലഘട്ടമല്ലേ ഇപ്പോഴത്തെ. അത് ടെക്നോളജി കൂടി, ആൾക്കാരുടെ കാഴ്ചപ്പാടും മാറി. അതെ, പിന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. എല്ലായിടത്തും സംഭവിച്ചു. അത് ഈ മേഖലയിൽ സംഭവിക്കുന്നു. ടെക്നോളജി വന്ന മാറ്റങ്ങൾ ചില്ലറയാണോ? അതെ, തീർച്ചയായിട്ടും. അന്നൊക്കെ 80-ലൊക്കെ TV, ദൂരദർശൻ മാത്രം. അതെ, ഇപ്പോഴത്തെ സ്ത്രീ എന്താ, മൊബൈലുണ്ടോ? അതെ, എല്ലാത്തിലും ഉണ്ട് ചാനൽ. ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നില്ലേ? ഒരു മെക്കാനിസ്റ്റ് ആയപ്പോഴത്തേക്ക് ലൈഫ് ഒത്തിരി റിയലും തമ്മിലുള്ള വ്യത്യാസം. അതെ, റിയലും തമ്മിലുള്ള വ്യത്യാസം. അതെ, അത്രയും അപ്ഡേറ്റഡ് ആണ് എന്നുള്ളതാണല്ലേ? അത്ര ഭയങ്കരമായിട്ട് അങ്ങ് മനുഷ്യത്തെ എല്ലാ മേഖലയിലും അന്നത്തെ ഉള്ള ആൾക്കാർ രാഷ്ട്രീയത്തിന് വ്യത്യാസമായിട്ട്, പക്ഷെ അതീതമായിട്ട് എല്ലാവർക്കും ഒരു മാന്യത, അഭിമാന്യത ഉണ്ടായിരുന്നു. ഇപ്പം ഉമ്മൻചാണ്ടി സാറിന് ഏറ്റവും നല്ല ക്വാളിറ്റീസ് കുറെ ഉണ്ടാവും. ഒരുപാട്. അതില് ഞാൻ ഒരു നെഗറ്റീവ് ഫാക്ടറോടെ കണ്ടിട്ടില്ല. സത്യം. അതും അങ്ങനെ പറഞ്ഞിട്ടും കേട്ടിട്ടും ഇല്ല. എനിക്ക് ഭാര്യയല്ലേ ഏറ്റവും പറയണ്ടേ? തീർച്ചയായിട്ടും അടുത്ത ആളല്ലേ. ഒരു നെഗറ്റീവ് ഫാക്ടർ പറയാമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തെ നോക്കിയിട്ടില്ല. അതെ, ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അത്രയും വില കൂടിയ മരുന്നുകൾ എനിക്ക് വേണ്ടെന്നുള്ള. അത് പറഞ്ഞു. 2019 ഞങ്ങൾ പിന്നെ ഇവിടെ RCCയിലെ ട്രീറ്റ്മെൻറ്റിന് തയ്യാറായി. അപ്പോൾ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത്, ഞാൻ പുറത്തെങ്ങും ട്രീറ്റ്മെൻറ്റ് വരത്തില്ല, അമേരിക്കയിൽ ട്രീറ്റ്മെൻറ്റ് പോകത്തില്ല, എനിക്ക് കേരള സർക്കാരിൻ്റെ പൈസ എടുത്ത് പോകാനും താല്പര്യമില്ല, RCC ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് RCCയിലെ ഈ മറ്റേ ഈ ട്രഡീഷണലുള്ള ഒരു ഇതുണ്ടല്ലോ, ഫേസിൻ്റെ ഇടുന്ന, അതൊക്കെ ഉണ്ടാക്കി നവംബർ 14 16 കണ്ടാ പോകാനായിട്ട് 2019. അപ്പം തന്നെ പുള്ളിക്ക് അന്ന് 5 മണിക്ക് പോകാനിരിക്കുകയാണ് വീട്ടിൽ നിന്ന്. RCCോട്ട് ഫസ്റ്റ് എഡീഷൻ പോകാൻ തുടങ്ങുക. 4 മണിയപ്പോൾ ഡെങ്കു പിടിച്ചു. അപ്പം അങ്ങനെ മാറ്റി. പിന്നെ അത് പ്ലേറ്റൽ കൗണ്ട് കൂടുന്നില്ല പറഞ്ഞ് മാറ്റി. അപ്പോൾ അതിനിടയ്ക്ക് മോൻ ജർമ്മനിയിൽ പോയി. പിന്നെ കുറച്ച് ആൾക്കാരെ കണ്ടു. പിന്നെ അവിടെ രണ്ടാമത് CT സ്കാൻ എടുത്തു. മറ്റേ CT സ്കാൻ കഴിഞ്ഞുകൊണ്ട് അതും എടുത്തു. അപ്പോഴത്തേക്ക് ഒന്നുമില്ല. എനിക്കൊന്നും മാനസികമായിട്ട് കുറച്ച് രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. ഒന്ന്, നമ്മൾ കുറച്ച് ആയുർവേദ മരുന്ന് കൊടുത്തിരുന്നു. 2015 വന്നപ്പോൾ അത് കൊടുത്ത് പൂർണ്ണമായിട്ട് മാറിയതാ. പിന്നെ റിക്കവർ ചെയ്താ. അത് 2019 വീണ്ടും ആ മരുന്ന് കൊടുത്ത് മാറി. പിന്നെ കുറച്ച് പ്രാർത്ഥന, കേരളത്തെ മൊത്തം ആൾക്കാർ പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും. അതിലൊരു പ്രേയറിൻ്റെ ഒരു വലിയ, അങ്ങനെ ഡോക്ടർമാർ പറയുന്നത്, ഞങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കും നല്ലേ പറയണ്ടോ. അത് സ്പിരിച്വലായിട്ടും ഇങ്ങനെയൊരു ആയത് കൂടെ അത് പ്രവർത്തിച്ചു. 2007 പൂർണ്ണ ഡിസംബർ 20-ാം തീയതി തോന്നുന്നു. എനിക്ക് എന്താ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം.
ചാണ്ടിയോൻ ജർമ്മനി കുഞ്ഞ് നോക്കി 14-ാം തീയതി ഡിസംബർ 14-ാം തീയതി. ഡിസംബർ 14 ഡിസംബർ 20, 22 അങ്ങാണ്ട രാത്രി 12 എനിക്ക് ഓർമ്മയാണ്. ഞാൻ ആ 2346 എന്നെ വിളിക്കുന്നത്, അമ്മേ അപ്പേ CT സ്കാൻ ഇട്ട്, പിന്നെ ഒരു സ്കാനുണ്ട്, CT സ്കാൻ അല്ലാതെ എന്തോ അതിന് പറയുന്നത്, MRI-യോ? MRI സ്കാൻ. CT കഴിഞ്ഞിട്ട് പറഞ്ഞു CT ഒന്നുമില്ല. അയ്യോ പിന്നെ ഒന്നുമില്ലേ? ഇല്ല അമ്മേ, ഇനി MRI സ്കാൻ എടുക്കാം. തിരിച്ചും മറിച്ച് നോക്കി MRI സ്കാൻ ഒന്നും കണ്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷ ദിവസമാണ് അന്ന്. ഇപ്പം ഒരുപാട് കുഞ്ഞു വേണ്ടി പിന്നെ പ്രാർത്ഥിച്ചു, എന്നൊക്കെ പ്രാർത്ഥന ഫലിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് ഫലിച്ചില്ല. പക്ഷെ എനിക്ക് ഒരു ദൈവത്തോട് അതിന് പരാതിയില്ല, മാത്രമല്ല നന്ദി മാത്രം. ഇപ്പം ലാവലിംഗ് കേസാണേലും പാമോയിൽ കേസ് ആദ്യം ഉമ്മൻചാണ്ടിക്കുണ്ട് കക്കി കേസാണ്. അന്ന് ആദ്യം പുള്ളി ഞാൻ ഭയങ്കര ഡിസ്റ്റർബായിട്ടുണ്ട് അസംബ്ലിയിലാണ്. ആദ്യത്തെ കേസ് കക്കി കേസാണ്. പിന്നെ അതെന്നാന്ന് പോലും ഓർക്കുന്നില്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എന്നത് പുള്ളി അത് ഡിസ്റ്റർബാണ്. പിന്നെ ഒരുപാട് കേസുകൾ, തെറ്റാനും കേസ്, ആ കേസ്, ഈ കേസ്, ലാസ്റ്റ് വന്ന സ്ഥലത്ത് കേസ്, എല്ലാത്തിനും ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചില്ലേ മോളെ? തീർച്ചയായിട്ടും. എല്ലാം മരണത്തിന് ശേഷമാണെങ്കിൽ അത് അങ്ങനെ അല്ല. അതിന് മുമ്പേ അറിഞ്ഞു ഉമ്മൻചാണ്ടി അറിഞ്ഞല്ലോ. അപ്പം പുള്ളി അതിനകത്ത് ഒരു പേപ്പറിലൊന്നും സംസാരിക്കാൻ പറ്റാത്തപ്പോൾ ഇങ്ങനെ ആ രീതിയിൽ ഉമ്മൻചാണ്ടി എപ്പോഴും പറയാലോ, സത്യം നിങ്ങളെ സത്യം ജയിക്കും, സത്യം ജയിക്കും. അതിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു, അതിന് ധൈര്യവും ഉണ്ടായിരുന്നു. എനിക്കൊന്ന് വിവാദങ്ങളിലൊന്നും ഒരിക്കലും പുള്ളി സങ്കടപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല. വീട്ടിലും ഒന്നും ഒരിക്കലും ഒന്നും മനപ്രയാസപ്പെടേ എന്നെ ആശ്വസിപ്പിക്കത്തുള്ളാന്ന്, ഇന്നും കൊണ്ട് വിഷമിക്കല്ലേ, കേട്ട് വിഷമിക്കല്ലേ എന്നോട് പറയുകയാണ്. എപ്പോഴെങ്കിലും അമ്മയ്ക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇതെന്താണ് ഇത്രയും സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ വീട്ടിലിരിക്കുന്ന ഒരാളെന്നെങ്കിൽ അല്ലെങ്കിൽ എല്ലാം നോക്കി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് എനിക്കത് ദൈവമെല്ലാം നന്മയാക്കി തരും. അല്ലെങ്കിൽ നമ്മൾ പ്യൂരിഫൈ ചെയ്യാനായിട്ടാണ് ഈ കഷ്ടതകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ അസത്യമായിട്ട് ആരോടും കേൾക്കുമ്പോൾ സന്തോഷിക്കുവാനാണ് ക്രിസ്തു പറയുന്നത്. അപ്പൊ അത്രയും സന്തോഷിക്കാനൊന്നും പറ്റാച്ച ബുദ്ധിമുട്ടാണ് മോളെ. എന്നാലും ആശ്വസിക്കാൻ പറ്റും, കൂടെ നിന്ന് ആശ്വസിപ്പിക്കാൻ പറ്റും. അല്ല, ഉമ്മൻചാണ്ടി ആശ്വാസിക്കാൻ ഒരിക്കലും പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നു, പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി. എനിക്ക് പുള്ളിയുടെ സിമ്പതി തോന്നിയിട്ടുണ്ട്. ആ ഒരു വിഷമം എനിക്ക് എപ്പോഴും ഉമ്മൻചാണ്ടി എങ്ങനെ ആ കുഞ്ഞെങ്ങനെ ഇത് സാധിക്കും. ഞങ്ങളൊന്നും വീട്ടിലത്തൊന്നും വേണ്ടിയിട്ടില്ല, ഒന്നും ആരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ട് വലിയ സന്തോഷം വരുമ്പോൾ ഞങ്ങൾ അതുകൊണ്ട് സാറിന് വീടുള്ള പോലെ സന്തോഷമൊന്നുമില്ല. ഒരുപാട് ദുഃഖം വരുമ്പോൾ ഞങ്ങളും ദുഃഖം വെച്ച് പിന്നെ അതിന് ഒത്തിരി കേസ് അമൃത ട്രെയിൻ, അമൃത എക്സ്പ്രസ്, അത് തുടങ്ങിയാണ് ഒത്തിരി അപവാദങ്ങൾ ഞങ്ങൾ കേട്ടല്ലോ. അന്ന് ഞങ്ങൾ തമ്മിലൊന്നും പിള്ളേരായിട്ട് ഞങ്ങളായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അതിനെപ്പറ്റി സംസാരിക്കല്ല. ഉമ്മൻചാണ്ടിക്ക് അതിന് നേരവും ഇല്ല, അന്ന് എപ്പോഴെങ്കിലും പോവല്ലേ. അപ്പോൾ അങ്ങനെ കൾച്ചർ വീട്ടിലിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഉമ്മൻചാണ്ടി പോലെ തന്നെയാന്ന് തോന്നുന്നു കൊച്ചിന് ഭയങ്കര മോനൊരിക്കലും ഇങ്ങനെ സാധാരണ ഈ ടീനേജിലുള്ളൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു കാലഘട്ടമല്ലേ. പക്ഷെ മോനൊരിക്കലും ദേഷ്യപ്പെട്ടോ കരഞ്ഞോ അങ്ങനെ വലിയൊരു ഇമോഷണൽ എക്സ്പ്രഷൻ ഞാൻ കണ്ടിട്ടില്ല. വല്യപ്പൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. വല്യപ്പൻ്റെ ക്വാളിറ്റി വളരെ കുഞ്ഞിലെയാണ് കണ്ടത്. കുറേ മീഡിയാസിലൂടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ള ആളിനെ. അപ്പോൾ ആ സമയത്തും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരുന്നു ആളുടെ സംസാരത്തിലൊക്കെ ആണെങ്കിലും. അത് ഈ വല്യച്ഛനെ കണ്ടുപഠിച്ചതാണോ, അങ്ങനെയാണോ? ജനറ്റിക്കലി കിട്ടിയതായിരിക്കും. He's always cool and matured. Matured ആണ്. Matured type. അങ്ങനെ ഇപ്പം രാഷ്ട്രീയത്തിനെ പറ്റി ചർച്ച ചെയ്താകുമ്പോൾ പെൺമക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നൊക്കെ ഉള്ള സംസാരങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ പെൺമക്കളിൽ ഒരാളെ രാഷ്ട്രീയത്തിലേക്ക് സജീവമായിട്ട് വരണം? അതൊന്നും എൻ്റെ ഇഷ്യൂ അല്ലല്ലോ, അതവരൊക്കെ തീരുമാനിച്ചോട്ടെ. നമ്മളതിനകത്തൊന്നും പറയുന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ വരാം എന്നുള്ളതാ. അങ്ങനെ എനിക്ക് യാതൊരു, ഉമ്മൻചാണ്ടി എന്താഗ്രഹിച്ചു അതെൻ്റെ ആഗ്രഹം. കഴിഞ്ഞ തവണ അച്ചൂമ്മൻ മത്സരിക്കും എന്നുള്ളൊരു സംസാരമായിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു താല്പര്യം ആൾക്കില്ല എന്ന് ഓപ്പണായിട്ട് പറയുകയും ചെയ്തു. പക്ഷെ ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും.
അച്ചു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കൊള്ളാം എന്നുള്ളത്? കോളേജ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഭയങ്കര സജീവമായിരുന്നു. മോളുണ്ടായിരുന്നു. മത്സരിക്കാൻ അച്ഛന്റെ പേര് ഒരിടത്തും യൂസ് ചെയ്യില്ലെന്ന് ഒരിക്കൽ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ? വീട്ടിലും അങ്ങനെ തന്നെയാണോ? അച്ഛന്റെ പേര് ഒരിടത്തും ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു രീതി ഉണ്ടോ? അത് മീൻസ് രാഷ്ട്രീയത്തിൽ അച്ഛൻ്റെ പേര് പിള്ളേർ ഉപയോഗിച്ച് ഞങ്ങളാരും, ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ കുഞ്ഞാൻ്റെ വൈഫാന്ന് ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാറില്ല, തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാറില്ല. ആൾക്കാരെല്ലാം അറിഞ്ഞു വരുന്നല്ലാതെ ഞാനോ പിള്ളേരോ ഒന്നും ഉമ്മൻചാണ്ടിയുടെ ബന്ധം ഞങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താറില്ല. ഇപ്പം ഈ റീസെൻ്റ്ലി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കിട്ടേണ്ട ഒരു അർഹത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്യുക അങ്ങനെയുള്ളൊരു കാര്യമേ അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്താ തോന്നി? അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടാണല്ലോ ഇത് എന്നുള്ളൊരു തോന്നലുണ്ട്. കാലസംതൃപ്തിയുണ്ട്. ഇപ്പം ബൈബിൾ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ അതാണ് അതേ പ്രതീക്ഷിക്കാനൊക്കത്തുള്ളൂ. അത് നമ്മൾ അംഗീകരിക്കണം. പിന്നെ ചെയ്തല്ല ആൾക്കാർക്ക് അറിയാമല്ലോ ഉമ്മൻചാണ്ടി ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ആസപ്പള്ളി പറഞ്ഞ കാര്യം എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എത്ര 6,000 കോടി 7,000 കോടി അഴിമതി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചു. അതിനുവേണ്ടി ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു, ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, മാസങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ അതൊക്കെ ദൈവം അതിന് വിടിച്ചല്ലോ. അതേപോലെ തന്നെയാണ് കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ സംഭവിച്ചത്. കൊച്ചിൻ മെട്രോ, പിന്നെ ഇവിടുത്തെ ഈ കൊച്ചിൻ മെട്രോയും കണ്ണൂർ എയർപോർട്ടും ഒക്കെ പറയാണ്ടെങ്കിലും എല്ലാവരും പറയാത്ത ഇതുണ്ട്. ഈ പിന്നെ നമ്മുടെ ബേക്കറി ജംഗ്ഷനുള്ള കോട്ടയത്തെ ഇവിടെ ബേക്കറി ജംഗ്ഷനുള്ള മേൽപ്പാലും അണ്ടർപാസും ഒക്കെ, പിന്നെ അതുപോലെ കഴക്കൂട്ടത്തെ ഇന്റർനാഷണൽ സ്റ്റേഡിയം അത് പിന്നെ ഇന്റർനാഷണൽ ആ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത്. പക്ഷെ അതാരും പറഞ്ഞു കേൾക്കാറില്ല. അങ്ങനെ ഒത്തിരി എനിക്കൊന്ന് ഒത്തിരി പാലങ്ങൾ, അടിയപ്പത്തേല് പാലോ 4 ലക്ഷം വീടൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. എന്ന് ഞാൻ കണക്കെടുത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് അറിയണമെന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി ഒരുപാട് കാര്യങ്ങൾ, എല്ലാവരും ഈ 3-4-5 ലക്ഷം പേരെ ഞാൻ അവിടെ 500 മണിക്കൂറെങ്കിലും ആദ്യത്തെ 3-4 മാസം ഞാൻ അവിടെ വളരെ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മത്തിട്ടുണ്ട്, ഇപ്പോഴും കരയുന്നുണ്ട്. ഉമ്മൻചാണ്ടി അത് ചെയ്തു, ഉമ്മൻചാണ്ടിയില്ലാണ്ട് എനിക്ക് ജീവിതം ഇല്ലായിരുന്നു, ഉമ്മൻചാണ്ടി എനിക്ക് ജീവിതം തന്നെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ഈ ആൾക്കാർ വന്ന് പറയുന്നത്, ഈ കേരളക്കാർ കേരളക്കാർ മലയാളി അല്ല, മലയാളി NRIs ഒരുപാട് പേരുണ്ട്. അത് ഒക്കെ അവരെല്ലാം പറയുന്നത് ഉമ്മൻചാണ്ടി വ്യക്തിപരമായ ബന്ധങ്ങളാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി രാഷ്ട്രീയക്കാരുടെ ചീഫ് മിനിസ്റ്റർ പെർഫോമൻസിനെ കുറിച്ച് പറയാനായിട്ട് ആളില്ല. നാച്ചുറലി അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ ആ ഭാഗം ഇവിടെ ദൈവം ഒന്നും എല്ലാ ക്വാളിറ്റി പെർഫോമൻസും കൊടുത്തിരിക്കുക, നാച്ചുറൽ നല്ല വാല്യൂസും കൊടുത്തിരിക്കുക, പുള്ളി പോസിറ്റീവ് വൈസ് ഒരുപാട്. രണ്ടിനെയും കൊണ്ട് ഒരു നല്ല നല്ല മോഹന സമ്മിശ്രമാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി, ഉമ്മൻചാണ്ടി അധികാരി, ഉമ്മൻചാണ്ടി നേതാവ്. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏത് ക്വാളിറ്റിയാണ് ചാണ്ടിയുമ്മനുള്ളത്? കഷ്ടപ്പെടുന്നു, ഒരുപാട് കഷ്ടപ്പെടും. ഉമ്മൻചാണ്ടി പോലെ തന്നെ കഷ്ടപ്പെടും. അത് ഉറക്കമുളയ്ക്കാനോ പട്ടിണി ഇരിക്കാനോ ആൾക്കാർക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കാനോ. രാത്രി 12 മണിയായി. ഈ 2 വർഷം കഴിഞ്ഞല്ലോ, 2-2.5 വർഷമാകുന്നു. ഇപ്പോഴും രാത്രി 12 മണിക്ക് കിടക്കും, രാവിലെ 6 മണിക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേക്കും, പിന്നെ കല്ലറിപ്പോവും. അതിന് ഉമ്മൻചാണ്ടി ഏറ്റവും ക്വാളിറ്റി, ഏറ്റവും അധികം ഉമ്മൻചാണ്ടി മോഹനെ കാണുന്നത് കഷ്ടപ്പെടാനുള്ള, മനുഷ്യർക്ക് വേണ്ടി കഷ്ടപ്പെടാനുള്ള, അവരെ സഹായിക്കാനുള്ള നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അത് വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞാൽ ഒരുപാട് നേരം ഇരിക്കും. എനിക്ക് ഇഷ്ടമാണ് കഥകൾ കേട്ടിരിക്കാൻ, പക്ഷെ സമയത്തിൻ്റെ പരിധി ഉണ്ട്. എങ്കിലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിച്ചാൽ. ഞാൻ ഇത്രയും സമയം ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ഉമ്മൻചാണ്ടിയുടെ ആത്മാവിജിക്കും ഉമ്മൻചാണ്ടിയുടെ എൻ്റെ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസ. താങ്ക് യു.